പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. സ്നേഹിതരെ, ഇന്ന് സകല മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിനമാണ്. ശുദ്ധീകരണ സ്ഥലത്തുള്ള എല്ലാ ആത്മാക്കളും സ്വർഗത്തിലേക്ക് കയറി പോകാൻ വേണ്ടി നമ്മളിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ ദിവസങ്ങളൊക്കെ സ്വർഗം കൂടുതൽ സന്തോഷിക്കുന്ന ദിവസങ്ങളാണ്. കാരണം ഇന്ന് മരിച്ച ആത്മാക്കൾക്ക് കൂടുതൽ പ്രാർത്ഥന ലഭിക്കുമ്പോൾ ഇന്ന് കുറെ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് കയറി പോകും എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. മരിച്ചവർക്ക് അവർക്ക് വേണ്ടി തന്നെ ഇനി ഒന്നും ചെയ്യാൻ സാധിക്കും. ജീവിച്ചിരിക്കുന്നവരായ നമ്മുടെ പ്രാർത്ഥനകളാണ് അവർക്കിനി സ്വർഗലബ്ധിക്ക് സഹായകമാകേണ്ടത്. അതുകൊണ്ട് മരിച്ചുപോയ എല്ലാവരെയും ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കന്മാർ, കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ഓർത്തുകൊണ്ട് ഇന്നത്തെ ഈ ബലിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ അയോഗ്യതകൾ, നമ്മുടെ തെറ്റുകുറ്റങ്ങൾ എല്ലാം ഏറ്റുപറഞ്ഞ് ഈ പരിശുദ്ധമായ ബലിക്കായി നമ്മുടെ ഒരുക്കാം. സർവശക്തനായ ദൈവത്തോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷിച്ചാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കനിവാർന്ന് ശ്രവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത അങ്ങേ പുത്രനിലുള്ള ഞങ്ങളുടെ വിശ്വാസം ആഴപ്പെടുമ്പോൾ അങ്ങേ ദാസരുടെ ഉത്ഥാനത്തിലുള്ള പ്രതീക്ഷയും ഞങ്ങളുടെ പ്രത്യാശയും അങ്ങ് ദൃഢീകരിക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായി യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്ന് ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല, ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം കേട്ടു, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോട് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ വീടുകളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു, സംഭവിച്ചു വരുന്നു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം വരുത്തുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവൻ
ശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ തന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഉണ്ടാവുകയില്ല. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിന്റെ നിലവിലുള്ള താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ കുന്നുവടിയും തെറ്റും എനിക്ക് ഉറപ്പായിരുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നും കുറവുണ്ടാവുകയില്ല. എന്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ്സ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നും കുറവുണ്ടാവുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം കൊണ്ട് എന്നെ അനുഗമിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നും കുറവുണ്ടാവുകയില്ല. കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളിച്ചെയ്തു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാക്കേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയാം? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല. കർത്താവിന്റെ സുവിശേഷം.
ഉദാശയാലാണല്ലോ ഞങ്ങൾ ഐക്യപ്പെട്ടിരിക്കുന്നത്. അങ്ങേ മരണമടഞ്ഞ സഹോദരർ അവിടത്തോടുകൂടെ മഹത്വത്തിലേക്ക് സ്വീകരിക്കപ്പെടുവാൻ കഴിയണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുന്നു. ഇവിടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് ധന്യമായ ഉത്ഥാനത്തിന്റെ പ്രത്യാശ ഞങ്ങൾക്ക് പ്രസ്പഷ്ടമാണ്. അങ്ങനെ മരണത്തിന്റെ സുനിശ്ചിതമായ അവസ്ഥയാൽ ആകുലരാകുന്നത് വരാനിരിക്കുന്ന അമർത്യതയുടെ വാഗ്ദാനത്താൽ ആശ്വസിപ്പിക്കപ്പെടുന്നു. എന്തെന്നാൽ കർത്താവേ, അങ്ങ് വിശ്വാസികളുടെ ജീവിതത്തിന് മാറ്റം വരുന്നതേ ഉള്ളൂ, അവസാനിക്കുന്നില്ല. ഈ ലോക ജീവിതാലയം തകരുമ്പോൾ സ്വർഗത്തിൽ നിത്യഭവനം സജ്ജമാക്കപ്പെടുന്നു. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസനന്മാർ, അധീശന്മാർ തുടങ്ങിയ എല്ലാ സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന് അങ്ങ് മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായുള്ള സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവ് മഞ്ഞുകണം പോലെ ഈ കാണിക്കകളിൽ പവിത്രമാകുന്നു. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനമാകട്ടെ. അവിടെ നൊറ്റപ്പെടുത്തപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചത് അപ്പം എടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. വിശ്വാസത്തിന്റെ രഹസ്യം വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങ് സഭയെ ഓർക്കണമെന്ന് ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രക്താധ്യക്ഷനായ ജോസഫ് ത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണം. ഈ ലോകത്തിൽ നിന്ന്
അങ്ങയുടെ പക്കലേക്ക് വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മരിച്ച എല്ലാ ആത്മാക്കളെയും ഓർക്കണമേ. അങ്ങേ പുത്രന്റെ മരണത്തിന് സദൃശമായ അവിടത്തോട് ഒന്നായി തീർന്ന ഇവരെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ വാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് എത്തിച്ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് രക്ഷിക്കണം. കർത്താവ്, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണം. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണം. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അന്ന് ഈ പ്രാർത്ഥന കേട്ടുകൂടണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കണം. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇത് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നു. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് അനുഗ്രഹീതർ. ഒരു ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യത. ഒരു വാക്കുച്ചരിച്ചാൽ മാത്രമേ എന്റെ ആത്മാവ് സുഖം പ്രാപിക്കൂ.
നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ മരണമടഞ്ഞ ദാസർക്ക് വേണ്ടി ഈ പെസഹ രഹസ്യം ഞങ്ങൾ അനുഷ്ഠിച്ചു വരുന്നു. പ്രകാശത്തിന്റെയും സമാധാനത്തിന്റെയും മന്ദിരത്തിലേക്ക് അവർ കടന്നു വരുവാൻ ഈ പെസഹ രഹസ്യം അവർക്ക് കൃപയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടതിലൂടെയാണമേ. സ്നേഹിതരെ, കുർബാന കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ പള്ളിയിൽ തന്നെ ഒപ്പീസ് ചൊല്ലുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യ പൂജ സമാപിച്ചു. കാരുണ്യവാനായ ദൈവമേ, ഈ ലോകത്തിൽ നിന്ന് അങ്ങയുടെ പക്കലേക്ക് വിളിക്കുവാൻ തിരുവുള്ളമായ അങ്ങയുടെ ദാസരുടെ ആത്മാക്കളെ സ്വീകരിക്കണമേ. ഇവരെല്ലാം പാപങ്ങളും മോചിച്ച് നിത്യമായ ശാന്തിയും പ്രകാശവും ആനന്ദവും നൽകി അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സർവശക്തനായ പിതാവേ, ഞങ്ങളുടെ കുരിശിന്റെ ദിവ്യരഹസ്യത്താൽ ശക്തിപ്പെടുത്തുകയും അങ്ങ് തിരുക്കുമാരന്റെ മഹനീയമായ പുനരുത്ഥാന ജനതാൽ അടയാളപ്പെടുത്തുകയും ചെയ്തുവല്ലോ. ഞങ്ങളിൽ നിന്ന് മരണം മൂലം പിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പാപഫലങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സമൂഹത്തിലേക്ക് സ്വീകരിക്കണം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിഞ്ഞേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കാരുണ്യവാനായ കനിവാർന്ന എല്ലാ പാപങ്ങളിലും മാപ്പ് കൊടുക്കുകയും എല്ലാ മനുഷ്യരുടെയും ശാന്തീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയ മാതാപിതാക്കന്മാർ, കുടുംബാംഗങ്ങൾ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രങ്ങൾ, ഉപകാരികൾ എന്നിവർ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിന്റെയും എല്ലാ വിശുദ്ധരുടെയും ആവശ്യങ്ങൾ സ്വർഗീയ സൗഭാഗ്യം പ്രാപിക്കുവാൻ അനുഗ്രഹം നൽകണമേ. നമ്മുടെ കർത്താവായ ക്രിസ്തു ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവേ, ഇവർക്ക് നിത്യ വിശ്രാന്തി നൽകണമേ. സഹോദരരുടെ ആത്മാക്കളും മരിച്ചുപോയ എല്ലാ വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിന്റെ കാരുണ്യത്താൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ. സ്നേഹിക്കുന്നവരെ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവത്തിന് മുൻപിൽ വിലയുണ്ട് എന്ന് ചിന്തിച്ച് നമ്മുടെ ഒരു ചെറിയ പ്രാർത്ഥന മതി. നമ്മുടെ പ്രിയപ്പെട്ടവര്, മരിച്ചുപോയ നമ്മുടെ ബന്ധുമിത്രങ്ങള്, സഹോദരി സഹോദരന്മാർക്ക് സ്വർഗ സൗഭാഗ്യം ലഭിക്കാനെന്നുള്ള തിരിച്ചറിവില് മരിച്ചവരെ നമുക്ക് പ്രത്യേകം ഓർക്കാം. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ഈ ബലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അയോഗ്യതകൾ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാൽ ഉപേക്ഷിച്ചു ഞാൻ വളരെയേറെ പാപം ചെയ്തു. എന്റെ പിഴ എന്റെ വലിയ പിഴ. ആകയാൽ നിത്യനിധിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്കും നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യം ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ, കർത്താവെ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസികളുടെ മഹത്വവും നീതിമാന്മാരുടെ ജീവനമായ ദൈവമേ, അങ്ങ് പുത്രന്റെ മരണവും ഉത്ഥാനവും വഴി ഞങ്ങളെ അങ്ങ് വീണ്ടെടുത്തുവല്ലോ. അങ്ങയുടെ മരണമടഞ്ഞ സഹോദരരെ അങ്ങ് തൃപ്തം പാർക്കണമേ. ഞങ്ങളുടെ ഉത്ഥാനത്തിന്റെ രഹസ്യമേറ്റു പറഞ്ഞവർ നിത്യസൗഭാഗ്യത്തിന്റെ സന്തോഷം അനുഭവിക്കുവാൻ അവർക്ക് അർഹത നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. Amen.
കർത്താവ് നിങ്ങളോട് കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു, പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും. എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അവിടെ നിന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണം എന്നതാണ് എന്നെ അയച്ചവന്റെ ഇഷ്ടം. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാരും അവരെ നിത്യജീവൻ ഉണ്ടാകണം എന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. സഹോദരനെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തന പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അങ്ങയുടെ മരണമടഞ്ഞ ദാസരുടെ പാപങ്ങൾ ഈ ബലി വഴി ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകിക്കളയണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ജ്ഞാനസ്നാന ജലത്താൽ ശുദ്ധീകൃതരായവരെ കരുണാർദ്രമായ പാപമോചനത്താൽ അനവരതം അങ്ങ് നിർമ്മലരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുക. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവ് പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ ഞങ്ങൾ ആരും മരിക്കാതിരിക്കുവാൻ ഒരാൾ തന്നെ മരണം കൈവരിച്ചു. ഞങ്ങളെല്ലാവരും അങ്ങേക്ക് വേണ്ടി നിത്യമായി ജീവിക്കുവാൻ ഒരാൾ തന്നെ മരിക്കുവാൻ തിരുമനസ്സാണ്. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസനന്മാർ, അധീശന്മാർ തുടങ്ങിയ എല്ലാ സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന് അങ്ങ് മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവനാണ് ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു.
ആകയാൽ അങ്ങേ ആത്മാവ് മഞ്ഞക്കണം പോലെ ഈ കാണിക്കകൾ പവിത്രമാണ്. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ശരീരവും രക്തവുമായി തീരുമാറാവട്ടെ. കൊടുത്തിട്ട് കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ രഹസ്യം വീണ്ടും വരുന്നത് വരെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവ് ഇവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നത്, അങ്ങ് പരിചരിക്കുന്ന മാർഗരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്നു ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ് ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയോട്, ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങയുടെ പക്കലേക്ക് വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കണമേ. അങ്ങേ പുത്രന്റെ മരണത്തിന് സദൃശമായി അവിടുത്തെ ഒന്നായി തീർന്ന ഇവര് അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങളെല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോട് കൂടി ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ ഐക്യം പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. രക്ഷാകരമായ കൽപ്പനകൾ അനുഭൂതിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ രക്ഷിക്കണമേ. കർത്താവ് എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം
കനിവാർന്നു നിൽക്കണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നൊക്കെ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ ഈ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നാൽ നാം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടത് വേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപം നീക്കുന്നത്, കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് അനുഗ്രഹിക്കുന്നത്. എന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് ചരിച്ചാൽ മാത്രമേ എന്റെ ആത്മാവ് പ്രാപിക്കൂ.
നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട് മഹത്വത്തോടെ ഉദ്ധാനം ചെയ്ത അങ്ങേ ഏകജാതന്റെ കൂദാശ സ്വീകരിച്ചുകൊണ്ട് മരണമടഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. രഹസ്യങ്ങളാൽ ശുദ്ധീകൃതരായി വരാനിരിക്കുന്ന ഉദ്ധാനത്തിന്റെ ദാനം കൊണ്ട് അവർ മഹത്വീകൃതരാകുവാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യ പൂജ സമാപിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ പ്രിയപുത്രൻ മരണത്തെ കീഴടക്കി സ്വർഗീയ മഹിമയിൽ പ്രവേശിക്കുവാനും തിരുമനസ്സായിട്ടും നശ്വരമായ ജീവിതം വിജയപൂർവ്വം തരണം ചെയ്ത ഞങ്ങളുടെ പ്രിയ സഹോദരൻ തങ്ങളുടെ സൃഷ്ടാവും രക്ഷകരമായ അങ്ങയെ ദർശിച്ച് നിത്യ നിർവൃത്തി അടയുവാൻ കഴിയണമേ. കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കാരുണ്യവാനായ പിതാവേ, മഗ്ദലന മറിയത്തിന് പാപപൂർത്തിയും ലാസറിന് പുനർജന്മവും നൽകിയ ക്രിസ്തുനാഥന്റെ കാരുണ്യത്തിലെ ഞങ്ങളുടെ മരണമടഞ്ഞ പ്രിയ സഹോദരർക്ക് ലഭിച്ച് അങ്ങയുടെ ജീവിതാനന്ദമായ തിരുവായ്മൊഴി കേട്ടാനന്ദിക്കുവാൻ അവരെ അനുഗ്രഹിക്കണം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കാരുണ്യവാനായ ദൈവമേ, കനിവാർന്ന എല്ലാ പാപങ്ങൾക്കും മാപ്പുകൊടുക്കുകയും എല്ലാ മനുഷ്യരുടെ ശാന്തിയും ചെയ്യുന്നവരും ഞങ്ങളുടെ വേർതിരിഞ്ഞു പോയ പ്രിയ മാതാപിതാക്കന്മാർ, കുടുംബാംഗങ്ങൾ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രങ്ങൾ, ഉപകാരികൾ, നിത്യകനികയായ പരിശുദ്ധ മറിയത്തിന്റെയും എല്ലാ വിശുദ്ധരുടെ മാധ്യസ്ഥം വഴി സ്വർഗീയ സൗഭാഗ്യം പ്രാപിക്കുവാൻ നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവേ, നിത്യ വിശ്രാന്തി നൽകണമേ. സഹോദരരുടെ ആത്മാക്കളും മരിച്ചുപോയവരുടെ വിശ്വാസങ്ങളുടെ ആത്മാക്കളും കർത്താവിന്റെ കാരുണ്യത്താൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. So
സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളുടെ കൂടെ. സ്നേഹിതരെ, ഇന്ന് തിരുസഭ മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ദിവസമാണ്. നമ്മുടെ പ്രാർത്ഥനയാണ് ഇനി നമ്മുടെ സഹോദരങ്ങൾക്കുള്ള ഏക ആശ്രയം എന്ന് തിരിച്ചറിയുക. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവരെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റുകയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് കൂദാശ സ്വീകരണത്തിലൂടെയും നന്മ പ്രവൃത്തികളിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മുടെ സഹോദരങ്ങളെ മരണമടഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള നമ്മുടെ ശ്രമങ്ങൾ നമുക്ക് തുടരാം. കർത്താവിൻ്റെ വലിയ കൃപയും വലിയ കാരുണ്യവും നമ്മുടെ മരണമടഞ്ഞ സഹോദരങ്ങൾക്ക് ലഭിക്കാനുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് അർപ്പിക്കാം. പരേതർക്ക് വേണ്ടിയുള്ള ഒപ്പീസ്. കർത്താവിൽ തകർക്കപ്പെട്ട രസ്തവഞ്ചനം സന്തോഷത്താൽ പുളകമണിയും. എന്റെ കുറ്റങ്ങൾ എന്നിൽ നിന്ന് ശേഷം കഴുകിക്കളയണം, എന്റെ പാപത്തിൽ നിന്ന് വെടിപ്പാക്കണമേ. കർത്താവ്, അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു, അങ്ങയുടെ സന്നിധിയിൽ ഞാൻ തിന്മ ചെയ്തു പോയി. പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ദുരത്തിൽ ഉരുവായപ്പോൾ ഞാൻ പാപിയാണ്. ഹൃദയപരമാർത്ഥത്തിൽ അങ്ങ് സന്തോഷിക്കുന്ന എന്റെ അന്തരംഗത്തെ അങ്ങ് ഞാനും ഗ്രഹിപ്പിക്കണമേ. ആനന്ദത്തിന്റെയും ആഹ്ലാദത്തിന്റെയും സ്വരം എന്നെ കേൾപ്പിച്ചാലും തകർക്കപ്പെട്ട അസ്ഥികൾ സന്തോഷിക്കും. ദൈവമേ, നിർബലമായ ഒരു ഹൃദയമെന്നിൽ സൃഷ്ടിക്കണമേ, ദൃഢചിന്ത എന്നിൽ പുനഃസ്ഥാപിക്കണമേ. അങ്ങയുടെ രക്ഷയാകുന്ന ആനന്ദം എനിക്ക് തിരികെ തരണമേ, ഉദാര മനസ്കത എന്നിൽ നിലനിർത്തണമേ. ദൈവമെന്റെ രക്ഷകനായ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എന്റെ നാവങ്ങയുടെ നീതി ഉദ്ഘോഷിക്കും. ഹനനയാഗത്തിൽ അങ്ങ് ആനന്ദം കൊള്ളുന്നില്ല, ഹോമയാഗം ഞാൻ സമർപ്പിച്ചാൽ അങ്ങ് സ്വീകരിക്കില്ല. ജെറൂസലേമിന്റെ മതിലുകൾ നിർമ്മിച്ച കർത്താവയുടെ അനുഗ്രഹത്താൽ സിയോനോട് കൃപ ചെയ്യണമേ. കർത്താവേ, ഇവർക്ക് നിത്യ വിശ്രാന്തി നൽകണമേ. കർത്താവെ, തകർക്കപ്പെട്ട രസ്തപഞ്ചരം സന്തോഷത്താൽ പുളകമണിയും. എന്റെ ആയുസ്സിന്റെ മധ്യാഹ്നത്തിൽ പാതാള വാതിൽക്കൽ ഞാൻ എത്തിയിരിക്കുന്നു. ഇനിയുള്ള കാലമെല്ലാം ഞാൻ അവിടെ ആയിരിക്കും. എന്റെ ഭവനവരുടെ കൂടാരം പോലെ പൊളിച്ചു നീക്കപ്പെടുകയാണ്. നെയ്ത്തുകാരന്റെ പാവ പോലെ എന്റെ ആയുസ് വെച്ചിരിക്കപ്പെട്ടു. പ്രഭാതം വരെ ഞാൻ പ്രത്യാശിച്ചു, സിംഹത്തെ പോലെ എന്റെ അസ്ഥികളെല്ലാം തകർത്തു. ഒരു രാവും പകലും കഴിയും മുൻപേ എനിക്ക് അന്ത്യവിരുദ്ധമായിരുന്നു. കണ്ടാലും സമാധാനത്തിൽ കൂടി എന്റെ കഷ്ടപ്പാടത്ര കഠിനം. എന്റെ സകല പാപങ്ങളും അങ്ങയുടെ പിറകിലേക്ക് തള്ളിയതിനാൽ നാശക്കുഴിയിൽ നിന്ന് എന്നെ സ്നേഹപൂർവ്വം രക്ഷിച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ, അതേ ജീവനുള്ളവൻ മാത്രം അങ്ങയെ സ്തുതിക്കും. പിതാവ് മക്കൾ അങ്ങയുടെ വിശ്വസ്തത അറിയിക്കും. കർത്താവ്, ഇവർക്ക് നിത്യ വിശ്രാന്തി നൽകണമേ. കർത്താവ്, എന്നാണ് എന്റെ ആത്മാവിനെ ശൂന്യതയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നത്. എന്റെ ആത്മാവ് കർത്താവിനെ സ്തുതിക്കുക. എന്റെ ജീവിതകാലമെല്ലാം കർത്താവിനെ ഞാൻ സ്തുതിക്കും. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, രക്ഷ നൽകാൻ കഴിയാത്ത മനുഷ്യരിൽ അഭയം തേടരുത്. യാക്കോബിന് ദൈവം സഹായിയായിട്ടുള്ളവനും തന്റെ ദൈവമായ കർത്താവിനെ ശരണം വയ്ക്കുന്നവനും അനുഗ്രഹീതനാണ്. മർദ്ദിതർക്ക് അവിടെ ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നു. കർത്താവ് ബന്ധനസ്ഥരെ സ്വതന്ത്രത നൽകുന്നു. കർത്താവ് പരദേശികളെ പാലിക്കുന്ന അനാഥരെയും വിധവകളെയും സംരക്ഷിക്കുന്നു. കർത്താവ് ഇവർക്ക് നിത്യ വിശ്രാന്തി നൽകണമേ. ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിനെ പാടി പുകഴ്ത്തുന്നു. Oh
കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ ഏകജാതൻ മരണത്തിന് മേൽ വിജയം വരിച്ച് സ്വർഗീയ തലത്തിലേക്ക് എത്തിച്ചേരുവാൻ അങ്ങ് ഇടയാക്കിയല്ലോ. ഈ ജീവിതത്തിന്റെ നശ്വരത കീഴടക്കി ഉടയവനും രക്ഷകനുമായ അങ്ങയെ നിത്യമായി ധ്യാനിക്കുവാൻ അങ്ങയുടെ മരണമടഞ്ഞ ദാസർക്ക് അനുഗ്രഹം നൽകണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറൂസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു. ഇതാ, ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ. അവിടുന്ന് അവരോടൊത്ത് വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു, ഇതാ, സകലവും ഞാൻ നവീകരിക്കുന്നു. സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം ഭരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. ഹല്ലേലൂയ. യേശു ഘോഷിച്ചു, സ്വർഗ്ഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. Amen.
ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായിരുന്നു യേശു ബെഥാനിയയിലെത്തിയപ്പോൾ അറിഞ്ഞു. ബെഥാനിയ ജെറുസലേമിനടുത്ത് ഏകദേശം 15 സ്ഥാദിയോളം ദൂരത്തായിരുന്നു. അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കുവാൻ വന്നിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും എന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിൽ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവനോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നതോ? അവൾ പറഞ്ഞു, ഉപകർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച സർവശക്തനായ പിതാവായ ദൈവത്തോട് ജീവിച്ചിരിക്കുന്നവരുടെയും മരണമടഞ്ഞവരുടെയും രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കാം. ജ്ഞാനസ്നാനം വഴി ഒരിക്കൽ നിത്യജീവന്റെ ആരംഭം സ്വീകരിച്ച് മരണമടഞ്ഞ നമ്മുടെ സഹോദരർ വിശുദ്ധരുടെ നിത്യസഹവാസത്തിൽ പങ്കുചേരുവാൻ തിരുവുള്ളമാകുന്നത് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യജീവന്റെ അപ്പമായി ക്രിസ്തുവിന്റെ ശരീരം സ്വീകരിച്ച നമ്മുടെ പ്രിയ സഹോദരരെ അവിടെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഹോദരരുടെയും ബന്ധുക്കളുടെയും ഉപകാരികളുടെയും ആത്മാക്കൾക്ക് അവരുടെ പ്രവൃത്തികൾക്കുള്ള പ്രതിഫലം നൽകാനായി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഉയർപ്പിന്റെ പ്രത്യാശയിൽ നിദ്ര കൊള്ളുന്നവരെല്ലാം അവിടുന്ന് തന്റെ മുഖദീപ്തിയിലേക്ക് സ്വീകരിക്കണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഭക്തിവിശ്വാസത്തോടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും അവിടുന്ന് തന്റെ മഹത്വമാർന്ന രാജ്യത്ത് ഒരുമിച്ച് കൂട്ടുവാനിടയാക്കണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥന അങ്ങ് വിശ്വാസികളുടെ ആത്മാക്കൾക്ക് ഉപകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവരെല്ലാം പാപക്കറകളിൽ നിന്ന് മോചിപ്പിക്കുകയും അങ്ങേ പരിത്രാണത്തിൽ പങ്കാളിയായി തീരുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ.
സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സർവശക്തനായ ദൈവമേ, ക്രിസ്തുവിൽ നിദ്ര പ്രാപിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അർപ്പിച്ച ഈ കാഴ്ചദ്രവ്യങ്ങൾ അങ്ങ് കനിവോടെ സ്വീകരിക്കണമേ. അങ്ങനെ നിസ്തുലമായ ഈ ബലി വഴി മരണത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് മോചിതരായി നിത്യജീവന് അവർ അർഹരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുണ്ടേ. കർത്താവ് നിങ്ങളോട് കൂടെ ഹൃദയങ്ങൾ ഉയർത്തുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവം, എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങയുടെ കൽപ്പനയാൽ ഞങ്ങൾ ജന്മം കൊള്ളുന്നു. അങ്ങയുടെ അഭീഷ്ടത്താൽ ഞങ്ങൾ നയിക്കപ്പെടുന്നു. അങ്ങയുടെ ആജ്ഞയാൽ ഞങ്ങൾ രൂപപ്പെട്ട മണ്ണ് പാപത്തിന്റെ നിയമത്തിൽ നിന്ന് ഞങ്ങൾ മോചിപ്പിക്കപ്പെടുന്നു. അങ്ങേ പുത്രന്റെ മരണത്താൽ വീണ്ടെടുക്കപ്പെട്ട ഞങ്ങൾ അങ്ങേ ഇഷ്ടത്താൽ അവിടുത്തെ ഉദ്ധാന മഹത്വത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ ഒന്ന് ചേർന്ന് ആലപിക്കുന്നു. സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായി പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവ് മഞ്ഞക്കടം പോലെ ഈ കാണിക്കകൾ പവിത്രമാണ്. അങ്ങനെ ഞങ്ങൾ കാണുക ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനാകട്ടെ. അവിടെ തൊറ്റു കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചു അപ്പം എടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കണം. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം കൊടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുന്നു. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രം.
ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കാണ് ചെയ്യുന്നത്. വിശ്വാസത്തിന്റെ രഹസ്യം വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ്, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സമയവും ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രഘുനാധ്യക്ഷനായ ജോസഫ് കർത്താവിനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങയുടെ പക്കലേക്ക് വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അങ്ങ് ഓർക്കണമേ. അങ്ങേ പുത്രന്റെ മരണത്തിന് സദൃശമായി അവിടുത്തെ ഒന്നായി തീർന്ന ഇവരെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങൾ എല്ലാവരിലും കഴിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോട് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടി, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് തരുന്നത് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ രക്ഷിക്കണം. കർത്താവ്, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ ഈ സഭയുടെ വിശ്വാസം തൃക്കൺപാത്ത് തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു.
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇത് ലോകത്തിന്റെ പാപങ്ങൾ നീങ്ങുന്നു. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് അനുഗ്രഹിക്കുന്നത്. ഒരു ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യതയില്ല. ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി. കർത്താവരോട് ചെയ്യുന്നു, ജീവനും പുനരുദ്ധാനവും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. നമ്മുടെ ശത്രുക്കളിൽ നമ്മെ വെറുക്കുന്നവരിൽ നിന്ന് നമ്മെ രക്ഷിക്കുമെന്നും നമ്മുടെ പിതാക്കന്മാരുടെ കാരുണ്യം കാണിക്കുമെന്നും തന്റെ വിശുദ്ധ വാഗ്ദാനം അനുസ്മരിക്കുമെന്നും തന്റെ വിശുദ്ധരായ പ്രവാചകന്മാരുടെ തരങ്ങൾ വഴി ആദ്യം മുതൽക്ക് അവിടെ അരുൾ ചെയ്തിട്ടുള്ളതനുസരിച്ച് തന്റെ ദാസനായ ദാവീദിന്റെ ഗോത്രത്തിൽ നിന്ന്
പ്രവാചകൻ എന്ന് നീ വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കുവാൻ നീ ഇവിടുത്തെ മുൻപിൽ പോകും. പാപമോചന വഴിയുള്ള രക്ഷ നീ നിന്റെ ജനത്തെ അറിയിക്കും. കർത്താവെ, ഇവർക്ക് നിത്യ വിശ്രാന്തി നൽകണമേ. കർത്താവ് അവരോട് ചെയ്യുന്നു, ജീവനും പുനരുത്ഥാനവും ഞാനാകുന്നു. എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, എന്റെ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ച ഈ ബലി വഴി ഞങ്ങളുടെ മരണമടഞ്ഞ ദാസരുടെ മേൽ അങ്ങയുടെ കാരുണ്യം വർദ്ധിപ്പിക്കുകയും ജ്ഞാനസ്നാനത്തിന്റെ കൃപ അങ്ങ് നൽകിയവർക്ക് നിത്യാനന്ദത്തിന്റെ പൂർണ്ണത നൽകുകയും ചെയ്യാം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. നേരെ വൈകുന്നേരം 6 മണിക്കാണ് ദിവ്യബലി. അതിനെ തുടർന്ന് സെമിത്തേരിയിൽ ആഘോഷമായിട്ടുള്ള ഒപ്പീസ് ഉണ്ടാകും. കർത്താവ് നിങ്ങളോട് കൂടെ. മനുഷ്യനെ അവാച്യമായ നന്മയാൽ സൃഷ്ടിക്കുകയും തന്റെ ഏകജാതന്റെ ഉത്ഥാനത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഉയർപ്പിന്റെ പ്രത്യാശ നൽകുകയും ചെയ്ത എല്ലാ സമാശ്വാസങ്ങളുടെയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ജീവിക്കുന്നവരായി നമുക്ക് പാപങ്ങൾക്ക് പൊറുതി പ്രദാനം ചെയ്യുകയും എല്ലാ പരേതർക്കും പ്രകാശത്തിന്റെയും സമാധാനത്തിന്റെയും ഇടം അവിടുന്ന് നൽകുകയും ചെയ്യുമാറാകട്ടെ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് യഥാർത്ഥത്തിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്ന നാം എല്ലാവരും അവിടത്തോടു കൂടി ആഹ്ലാദപൂർവമായി നിത്യമായി ജീവിക്കുവാൻ ഇടയാകുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നു എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യ പൂജ സമാപിച്ചു. ശുദ്ധീകരണ ആത്മാക്കളുടെ വണക്കമാസം നമുക്ക് മുട്ടിന്മേൽ നിൽക്കാം. 2-ാം തീയതി ജപം നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം. സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവുമായ സർവേശ്വര, മരിച്ച അങ്ങയുടെ ദാസർക്ക് വേണ്ടി ഭക്തിപൂർവം ചെയ്യപ്പെടുന്ന ഈ അപേക്ഷയെ കൈക്കൊണ്ട് അവർ ഏറ്റവും തീക്ഷണമായി ആഗ്രഹിക്കുന്ന പാപപരിഹാരം അവർക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സദാ ജീവിക്കുന്നവനായ സർവേശ്വര, ഈ പ്രാർത്ഥന ദയയോടുകൂടെ അങ്ങ് കേട്ടരുളണമേ. ആമേൻ. സുഹൃത ജപം ഏറ്റുചൊല്ലാം. ഈശോയെ ഞങ്ങളുടെ മേൽ ദയയായിരിക്കണമേ. ഈശോയെ ഞങ്ങളുടെ മേൽ ദയയായിരിക്കണമേ. ഈശോയെ ഞങ്ങളുടെ മേൽ ദയയായിരിക്കണമേ. സക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളെ കുറിച്ച് ഒരു കുർബാന ചൊല്ലിക്കുക, അല്ലെങ്കിൽ കുർബാന കാണുക. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പള്ളിയിൽ ഒപ്പിസ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളെ സ്വീകരിക്കണമേ. എല്ലാ പാപങ്ങളും മോചിച്ച് നിത്യമായ ശാന്തിയും പ്രകാശവും ആനന്ദവും നൽകിയിരിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. Amen.
ജ്ഞാനസ്നാനത്താൽ മുദ്രിതരും വിശുദ്ധതയാൽ അഭിഷിക്തരും ദിവകാരണത്താൽ പരിപോഷിതരുമായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശരീരം ഞങ്ങളുടെ പുത്രന്റെ പ്രത്യാഗമനങ്ങളിൽ പുനർജീവൻ പ്രാപിക്കുവാൻ കൃപയറിയണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കാരുണ്യവാനായ ദൈവമേ, കനിവാർന്ന എല്ലാ പാപങ്ങൾക്കും മാപ്പ് കൊടുക്കുകയും എല്ലാ മനുഷ്യരുടെ ശാന്തിക്കുകയും ചെയ്യുന്നതും ഞങ്ങളുടെ വേർതിരിഞ്ഞു പോയ പ്രിയ മാതാപിതാക്കന്മാർ, കുടുംബാംഗങ്ങൾ, സഹോദരി സഹോദരന്മാർ, ബന്ധുക്കൾ, ഉപകാരികൾ, മരണമടഞ്ഞ കുഞ്ഞിപ്പഴികൾ, ആരും പോലുമില്ലാത്ത ആത്മാക്കൾ എന്നിവർ നിത്യകനികയായ പരിശുദ്ധ മറിയത്തിന്റെയും എല്ലാ വിശുദ്ധരുടെയും മാധ്യസ്ഥങ്ങൾ സ്വർഗീയ സൗഭാഗ്യം പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവേ, ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. സഹോദരരുടെ ആത്മാക്കളും മരിച്ചുപോയവരുടെ വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിന്റെ കാരുണ്യത്താൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ.